Why aren't we moving to intermediate level? Why aren't we moving to it? അതായത് അവിടെ ബിഗിന്നർ ലെവൽ വേണമെന്ന് പറയുമ്പോൾ ഈ ചങ്ങ ഇന്റർമീഡിയറ്റ് വേണമെന്ന് പറയുന്നത്. അതിനൊന്നും പറയാൻ ഇന്റർമീഡിയറ്റ് ആയി. എടാ അത് നിങ്ങളെ POV പറയാം. എനിക്ക് നമ്മളിപ്പോൾ കുറച്ച് നേരം കൊണ്ട് ഇത്ര ഇങ്ങനെയാണ് കറിക്കൊട്ടി. നിങ്ങൾ പറയാം. ഇവിടെ കുറേ ഒരു എഞ്ചിനീയർ ഇഷ്ടപ്പെട്ടെടുത്തെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്തു? ഇത്രയും ഇപ്പോൾ ഒരു 6 മാസമായിട്ടൊക്കെ ഇവിടെ പഠിക്കുന്നത്. 6 മാസത്തിൽ കൂടുതലായല്ലോ നിങ്ങൾ. നേരത്തായിട്ടാ തുടങ്ങിക്കോട്ടെ. ഓക്കെ, എൻജിനീയറിങ് എടുത്തിട്ട് ഞാനും ആദ്യത്തെ ഒരു ഫസ്റ്റ് സെം സെക്കൻഡ് സെം പകുതി വരെ ഒന്നും ഞാനും വലുതായിട്ടൊന്നും ചെയ്തില്ല. ക്ലാസ്സിൽ വരും, പഠിക്കും, പോവും, അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. അത് കഴിഞ്ഞ് മാറ്റം ഉണ്ടെന്ന് ഇവരൊക്കെ പറയുന്നുണ്ട്. മാറ്റം ഉണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. എൻജിനീയറിങ് എടുത്ത് കൂടുതൽ ഞാൻ ലൈക്ക് എനിക്ക് ഇഷ്ടമുള്ള ഫീൽഡ് എന്താണെന്ന് എനിക്ക് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾസോ എൻ്റെ സ്കിൽസ് മാക്സിമം ലെവറേജ് ചെയ്യാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ബേസിക്കലി ഇവിടെ വന്നത് ഇതുപോലെ ടെക് പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എഞ്ചിനീയറിങ് പഠിക്കണേൻ്റെ പരിപാടി നമ്മൾ കാര്യമായിട്ട് നോക്കിയിട്ടില്ല. അത് ഒന്നാമത്തെ കാര്യം. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഇതാ GDSE കയറി, ഒന്നാമത്തെ കാര്യം. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള പോലെ കുറേ ഹാക്കത്തോൺസിലും ഐഡിയത്തോൺസിലും കാര്യങ്ങളൊക്കെ പോയി. അതെ, ഒരു പ്രൊജക്റ്റ് ക്യൂബിക്കിൽ കയറാൻ പോകുന്നു. അതിനെപ്പറ്റി പറയണമല്ലോ? വേണ്ട. ഓക്കെ, പിന്നെന്താണ്, ഇതുപോലെ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അതൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഫസ്റ്റ് ഇയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു ഡീസൻറ്റ് ലെവലെങ്കിലും പ്രോഗ്രസ് കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഞാൻ ഈ പറയുന്ന കണക്ക് എൻജിനീയറിങ് ഇഷ്ടപ്പെട്ട് എടുത്ത ഒരാളല്ല. ഒബ്വിയസ്ലി നഴ്സിങ്ങിന് പോയി, അത് കഴിഞ്ഞു. സോ ഞാൻ തിരിച്ചു വന്ന് ഓക്കെ എന്നാൽ എൻജിനീയറിങ് നഴ്സിങ്ങിന് പോയി, അത് കളഞ്ഞിട്ട് 1 വർഷം കളഞ്ഞ് ഓക്കെ. എന്നിട്ട് ഞാനെന്നാ എൻജിനീയറിങ്ങിന് വന്ന ഒരാളാണ്. ഞാൻ 1 മാസം തികച്ചിരുന്നില്ല. സോ ഇപ്പോൾ എൻജിനീയറിങ്ങിന് വന്നിട്ട് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് പ്രോഗ്രാമിലേക്ക് കിടക്കുന്നുണ്ട്. സോ ഞാൻ അത് ശരിയാണ്. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ ജനറലി നമ്മൾ ഏതെങ്കിലും ഒരു കോളേജിൽ ആരെങ്കിലും സോ ഫസ്റ്റ് ബിഗിനറായി ഇവിടെ കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ ലോസ്റ്റ് ആയിരുന്നു. ഇത്ര സംഭവം ഇതിൻ്റെ പിന്നിലുണ്ട്. എന്താ ഇപ്പോൾ ഒരു ഇത് കിട്ടി, ബേസ് കിട്ടി. ഇനി പിന്നെയും ലോസ്റ്റാണ്, എന്ത് പഠിച്ച് തുടങ്ങണം എന്നൊക്കെ. പക്ഷെ ഒരു ബേസ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ലോസ്റ്റ് തന്നെയാണ്, പക്ഷെ എനിക്കൊരു ബേസ് കിട്ടിയിരിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പോകുന്നുണ്ട്. എന്താ ഒരു ഐഡിയ കിട്ടി. എന്തായാലും സ്കൂള് പോലെ തന്നെ കോളേജ് നമ്മളെ ജോബിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി. അതിനായിട്ട് പിന്നിൽ പ്രിപ്പറേഷൻ ചെയ്യുന്നു. ശരിക്കും ഞാൻ അവിടെ കോളേജ് കയറിയപ്പം വിചാരിച്ചത് സ്കൂളിൽ നമ്മളെ പ്രിപ്പയർ ചെയ്തു എന്നാണ്. സ്കൂൾ പ്രിപ്പയർ ചെയ്ത് ഞാൻ CS എടുത്തല്ലോ, അപ്പോൾ കോളേജിൽ കുറച്ച് എനിക്ക് എന്താ പറയുക ഇതുണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് കയറി. ഇവിടെ വന്ന് ഞാൻ പുക വിട്ട് പോയൊക്കെ ആയി. ഇതൊക്കെ കേട്ട് അതെ ആ ഒരു മിസ്റ്റേക്ക് സ്കൂൾ എടുക്കണായിട്ട് ചിരി വന്ന് അപ്പം അതേ മിസ്റ്റേക്ക് സ്കൂളിൻ്റെ അതേ മിസ്റ്റേക്ക് ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്ന് ഒരു മനസ്സ് വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ആക്ച്വലി കോളേജിൽ കയറി ആകെ എന്താണ് ഒരു ഐഡിയത്തോൺ അറ്റൻഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അതിൽ എന്താണ് ജസ്റ്റ് ക്യാഷ് പ്രൈസ് കണ്ടിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അവിടെ ചെന്ന് ഫസ്റ്റ് ടൈം തന്നെ അല്ല, എൻ്റെ ഐഡിയ അത്രയും പാളിപ്പോയി. പിന്നെ അതിനുശേഷം പിന്നെ ഒരു ക്ലബ്ബിൽ ഞാൻ അങ്ങനെ മെമ്പർ അങ്ങനെ ആയിട്ടില്ല. കാര്യം അതിൽ കയറിയ അക്കാഡമിക്സ് ബാധിക്കൂ എന്നൊരു പേടി കൊണ്ടാണ് ഞാൻ
അപ്പം മെയിനായിട്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ക്ലബ്ബുകൾ അങ്ങനെയൊന്നും ഞാൻ കയറായിരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് ഏതെങ്കിലും ഒരു ക്ലബ്ബിലെ മെമ്പറായിട്ടെങ്കിലും കോളേജിൽ നിന്ന് ഇറങ്ങണമെന്നൊരാഗ്രഹമുണ്ട്. ആക്ച്വലി സ്മൃതി പറഞ്ഞ ലോസ്റ്റായി വന്നു, അങ്ങനെ ഞാൻ ഇപ്പോൾ ലോസ്റ്റായി കിടക്കുകയാണ്. ഇതൊരു അമ്പലത്തിൽ ഒരു പിടി കിട്ടിയിട്ടില്ല. പിടി കിട്ടിയിട്ടില്ല. ജെന്യുവനായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ആര്യ ജെന്യുവനായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എന്തിനോ വേണ്ടി എൻജിനീയറിങ് എടുത്തു, എന്തിനോ വേണ്ടി വല്ലപ്പോഴും ക്ലാസ് ചേരുന്നു. അതാണ്. പിന്നെ ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങണമെന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇഷ്ടമില്ലാതാണ് എഞ്ചിനീയറിംഗ് എടുത്തത്. വീട്ടുകാർ തള്ളി അറിയാം. പിന്നെ ഇപ്പോൾ എടുത്തിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല ഇത്ര ആയിട്ട്. ഇപ്പോൾ ലോസ്റ്റാണ് അവിടെ പോലെ. പിന്നെ ട്രേഡിങ് ഞാൻ നോക്കാൻ തുടങ്ങി. അത് ഇവിടുത്തെ കുറച്ച് പുഷ് ചെയ്ത് നിങ്ങളുടെ ക്ലാസ്സൊക്കെ വെച്ച് അത്രയ്ക്കാണോ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ചോദിച്ചോ. ഇട്ടിന്ന് പറഞ്ഞു. അല്ല, എൻ്റെ അടുത്ത് പറഞ്ഞ ഡിഗ്രിക്ക് പോകണ്ട, പ്രൊഫഷണൽ ക്വസ്റ്റ്യൻ ആണോ എന്ന്. അപ്പം ബയോളജി ഇഷ്ടമില്ല, സോ നഴ്സിങ്ങിന് അങ്ങനെ. എൻജിനീയറിങ് എനിക്ക് +1 വരെ ഇഷ്ടമല്ലായിരുന്നു. എല്ലായിടത്തും ഞാൻ പറയായിരുന്നു ഏത് കോഴ്സിന് പോലും എൻജിനീയറിങ്ങിന് പോകത്തില്ല എന്നായിരുന്നു എൻ്റെ ഒരു ഡിസിഷൻ. പക്ഷേ പിന്നെ എനിക്ക് ആക്ച്വലി സ്പേസ് ടെക്നോളജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ അതിനോടൊരു ഇഷ്ടം തോന്നി എനിക്ക് പിന്നെ വൈ നോട്ട് എൻജിനീയറിങ് എന്നൊരു ചോയ്സ് എടുത്തതാണ്. ഇപ്പോൾ വേണ്ട +1 +2 കമ്പ്യൂട്ടർ സയൻസ് എടുത്തോണ്ട് എൻ്റെ പേര് ഏഞ്ചൽ. ഓക്കെ. ഞാനും ഇഷ്ടപ്പെട്ടാണ് എടുത്തത്. എന്നെ ഒരു സാറുണ്ടായിരുന്നു, ആ സാറ് നല്ലോണം CS പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടാണ് ഞാൻ CS ആയത്. അന്നേരം ഞാൻ ഇങ്ങനെ ആലോചിച്ച് കോഡ് ചെയ്യാൻ പഠിക്കണം അങ്ങനെയൊക്കെ ആലോചിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഞാൻ മ്യൂലേണിന് വേണ്ടി ഒരു പോസ്റ്റർ ചെയ്തു. ഇത് ചെയ്തിട്ട് ഞാൻ ആകെ ചെയ്ത ഡിസൈൻ വർക്ക് അത് മാത്രമാണ്. അന്നേരം ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൾ എഡിറ്റോറിയൽ ബോർഡിലുണ്ട് മാഗസിൻ്റെ. അന്നേരം അവൾ എന്നെ ഇവർക്ക് കുറവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കയറ്റി. അന്നേരം എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ കയറി കഴിഞ്ഞപ്പം ചെയ്തു കൊടുത്ത് IVയുടെ ചെയ്ത്. അന്നേരം എനിക്ക് എവിടെയും കിട്ടാത്തൊരു അപ്രിസിയേഷൻ അവിടെ കിട്ടി. അന്നേരം എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്നേരം ഡിസൈനിങ് ചെയ്യണം എന്ന് തോന്നി. മാഗസിൻ ഇറങ്ങുമ്പോൾ എല്ലാവരും കാണുമായിരുന്നു. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പേജസ്, IVയുടെ എല്ലാ പേജസും ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് ദേവാനന്ദ്. സത്യം പറഞ്ഞാൽ എനിക്ക് മ്യൂസിക് ഫീൽഡിലോട്ട് പോകാനാണ് താല്പര്യം. പിന്നെ വീട്ടിൽ സമ്മതിക്കില്ല. അങ്ങനെ മ്യൂസിക് ഫീൽഡ് ഒഴിച്ച് വേറെ എവിടെ വേണമെങ്കിൽ പോകാൻ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് എൻജിനീയറിങ്ങിലോട്ട് ചാടി. അങ്ങനെ എൻജിനീയറിങ്ങിലോട്ട് ചാടി. പിന്നെ എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ, ഞാൻ ഇപ്പം എൻജിനീയറിംഗ് ഫീൽഡിലോട്ട് എന്തായാലും ഞാൻ പോകില്ല. ഞാൻ മ്യൂസിക് ഫീൽഡിലോട്ട് തന്നെ പോകുമെന്നാണ് എൻ്റെ ഇപ്പോഴും ആഗ്രഹം. അത് തന്നെ ഇഷ്ടമുള്ള, അതായത് ഇന്ത്യൻ ഓഫ് ലൈഫ് എഞ്ചിനീയറിംഗ് ആണ് പഠിക്കണത് എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് തന്നെ ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല. അവനിപ്പോൾ മ്യൂസിക്കാണ് ഇഷ്ടം. മ്യൂസിക് പ്രൊഡക്ഷൻസും മ്യൂസിക് പാടുന്നത് അവൻ്റെ ഇപ്പോൾ നമ്മുടെ ഇവിടെ ആരൺ അവൻ ചെയ്യുന്ന സ്വന്തമായിട്ട് അവൻ മറ്റേ EDMs ഒക്കെ ചെയ്യും. അവൻ ചെയ്ത് അവൻ തന്നെ പബ്ലിഷ് ചെയ്യും.
അവന് ഇൻറ്റേർണൽ സാറ്റിസ്ഫാക്ഷൻ അത് നമുക്കൊക്കെ അയച്ചു തരികയും ചെയ്യും. അതെ, അന്ന് ഇവിടെ ഫെസ്റ്റ് നടന്നപ്പോഴത്തേക്ക് അവൻ്റെ EDM ഇവിടെ ഇട്ടായിരുന്നു. അതെ, അവൻ ചെയ്തിട്ട് അതിനാണ് ഏറ്റവും കൂടുതൽ ഡാൻസും കിട്ടിയത് ആൾക്കാർക്ക്. അതെ, പക്ഷെ ആരും അറിഞ്ഞില്ല. അതാണ് സംഭവം. നിങ്ങൾക്ക് എന്താണോ സ്കില്ല് അതങ്ങ് ഉപയോഗിക്കുക. ഇഷ്ടം അങ്ങോട്ട് ചാടുക. ഇല്ല അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ എടുത്ത് ചാടുക. ഈ 2 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, കോട്ടെ, അടുത്ത ആൾ വരട്ടെ. എൻ്റെ പേര് ആദിത്യൻ. പറയാനാണെങ്കിൽ ഒരു 5-7 മാസം മുമ്പ് പോവാം. ഈ എൻജിനീയറിംഗ് കയറുന്നതിന് മുന്നേ കുറച്ചെന്തെങ്കിലും എൻജിനീയറിങ്ങിനെ പറ്റി അറിയണമെന്നുള്ളത് കൊണ്ട് പഠിക്കാൻ പോയിരുന്നു. പഠിച്ച് കുറച്ചൊക്കെ പഠിച്ച് ബേസിക്സൊക്കെ പഠിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ച് അതൊക്കെ കഴിഞ്ഞ് എൻജിനീയറിംഗ് ചേർന്ന് പിന്നെ ചേർന്ന പാട് തന്നെ ഏതോ ഒരു സാറ് മെഷീൻ ലേണിങ്ങിൻ്റെ ക്ലാസ് പഠിപ്പിക്കുന്നതായിരുന്നു. വിത്ത് പൈത്തൺ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനും ചേർന്ന് കുറച്ച് അതേപോലെ 2 കയറി അതും സ്റ്റോപ്പായി. 200 നമ്മൾ ഒരുമിച്ചാണ് ചേർന്നത്. നമ്മൾ ഒരുമിച്ചാണ് നിർത്തിയതും. അത് കഴിഞ്ഞ് റിയലൈസേഷൻ എപ്പോൾ വന്നതെന്ന് വെച്ചാൽ ഹാക്കത്തോണ്ട് പരിപാടിക്ക് കയറി. ചേതസിൻ്റെ ഗ്രൂപ്പിലായിരുന്നു ഞാൻ. ചേതസ് ഇല്ലായിരുന്നു. ചേതസ് അവസാനം പോയി. അല്ല, അതൊരു കണക്കിന് എനിക്ക് നന്നായി. കാരണം എന്താ വെച്ചാൽ അവിടെ പോയാൽ സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പോയി. ഒന്നും എനിക്ക് തിരിയുന്നില്ല. അപ്പോഴാണ് ഞാൻ ഫിഗ്മ എന്ന് പറഞ്ഞ വീട് കേൾക്കുന്നത്. ഫ്ലട്ടർ അങ്ങനെ എന്തൊക്കെയോ കുറേ വേർഡ്സ് കേട്ടിട്ട് അതെനിക്ക് വലിയൊരു റിയലൈസേഷനായി. കാരണം എൻ്റെ ടീമിലെ 3 ആൾക്കാർ, അർജുൻ, സ്മൃതി, പിന്നെ ടെനി ഉണ്ടായിരുന്നു. ഇവർക്ക് 3 ആൾക്ക് നല്ല അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അത്യാവശ്യം നോളജ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ കയറിയിട്ട് പക്ക ബിഗിനറായിട്ട് അപ്പോൾ ഇവരെ കയ്യിൽ നിന്ന് കുറേ സംഭവം എനിക്ക് കിട്ടി. അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം ഞാൻ ഇനി കണ്ടുപിടിക്കണം. അങ്ങനെ ആകുമ്പോൾ നല്ല രീതിക്ക് ടെക് വൈസാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു കാര്യത്തിൽ മാത്രം അതാണ് എനിക്ക് കുറേ നോളജ്. ഹാക്കത്തോൺ എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് ഞാൻ ആഡ് ചെയ്യാണ്. ഹാക്കത്തോൺ എന്നല്ല, അങ്ങനെ ഏതെങ്കിലും കുറേ ഒരു ടെക് ഇവൻറ്റ്സ് ബിഗിനേഴ്സിന് ഒരു ഇതാക്കിയാൽ എന്നെപ്പോലത്തെ ആൾക്കാർക്ക് നല്ല ഗുണമാകും. കാരണം അത് നല്ലൊരു റിയലൈസേഷൻ അതിൻ്റെ ഹാക്കത്തോണിൻ്റെ. അപമാനിക്കുന്നോടാ? അല്ല, ചോദിച്ചതാണ് സംഭവം. നീ എൻ്റെ വർഗത്തിൽപ്പെട്ട എല്ലാവരും എനിക്ക് മനസ്സിലായി. ഞാനൊരു ഡൗട്ട് ചോദിച്ചാണ്. അങ്ങനെ ചോദിച്ചാൽ പറയാനോട് എല്ലാവരും പോകാന്നുള്ള രീതിയിലുള്ളതാണ്. സപ്പോസ് എഞ്ചിനീയറിംഗ് പഠിച്ചാൽ മെഡിക്കലിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ല, അങ്ങനെ ഒരിക്കലും മെഡിക്കലിൽ പോകില്ല എന്ന് ആദ്യം തീരുമാനിച്ചതാണ്. പക്ഷെ എന്നാലും ബയോ എന്ന് പറയുന്നത് ചില പോയിന്റിൽ എനിക്ക് ബയോളജി ഇഷ്ടമാണ്. അല്ല വെറ്റിനറി എന്ന് പറഞ്ഞൊരു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതായിരുന്നു വെറ്റിനറി എന്നുള്ളത്. പക്ഷെ എങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് അത് മെയിനായിട്ട് എടുക്കണമെന്നില്ല. അത് CS പഠിക്കണ്ട, പക്ഷെ എനിക്ക് കമ്പ്യൂട്ടറെ പറ്റി അറിയണം. മനസ്സിലായോ? അല്ല, അങ്ങനെയല്ല. കമ്പ്യൂട്ടറെ പറ്റി അത്യാവശ്യം അറിയണം, പക്ഷേ അത് ബയോളജി എടുത്തിട്ട് അറിയണം. അതിലൊരു വെറൈറ്റി ഇല്ലേ? എൻ്റെ പേര് അഭിരാം. എനിക്കും അല്ല ചെറിയ സാമ്യമൊക്കെ തോന്നും. അത് സാങ്കല്പിക, അതെ ചെറുതായിട്ട്, എന്നാലും കുഴപ്പമില്ല. ഞാനും എൻജിനീയറിംഗ് തീരുമാനിച്ചത് +2 കഴിഞ്ഞിട്ടാണ്. അതെ, അതുവരെ ഈ പറഞ്ഞ പോലെ എൻജിനീയറിംഗ് എടുക്കണം എന്നുള്ളൊരിതൊന്നുമില്ല. അത് +2 കഴിഞ്ഞിട്ട് ഡിഗ്രി എടുക്കണം. അപ്പോൾ ഹൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഫോഴ്സിലേക്ക് ഇങ്ങനെ നിർബന്ധിക്കും. അപ്പോൾ ആ ഒരു പുഷെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ഡിഗ്രി എടുക്കുക, അതിൻ്റെ കൂടെ ND ഒക്കെ നോക്കാനായിരുന്നു പ്ലാൻ. അപ്പോൾ ND ഒന്നും ഒതുങ്ങൂല. ഞാൻ ശ്രമിച്ചിനും. പിന്നെ ഡിഗ്രീനെ പറ്റിയൊക്കെ ആൾക്കാരോട് പറഞ്ഞപ്പോൾ ഡിഗ്രി കൊണ്ടൊന്നും ഒരു കാര്യമില്ല, പ്രൊഫഷണൽ ഡിഗ്രിയാണ് നോക്കുന്നത് നല്ലതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവസാനം ഒരു നേവീൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ പോയി അതൊക്കെ പൊട്ടിങ് പോകുന്നു. അങ്ങനെയാണ് പിന്നെ ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യാനൊരു പ്ലാനും ആയില്ല, ഇങ്ങോട്ട് പോകണം. അപ്പോൾ ഒരു കൊല്ലത്തെ സമയത്ത് വേണ്ടി റിപ്പീറ്റിന് ചേർന്നു. അങ്ങനെ റിപ്പീറ്റും പൊട്ടി അവസാനമൊക്കെ കൂടി എഴുതി കയറി ഇവിടെ കിട്ടി. ഇവിടെ പിന്നെ വന്നപ്പോൾ ആദ്യം തന്നെ ഇങ്ങോട്ട് കൊടുത്ത്. വീട് കോഴിക്കോടാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ലേശം ഡിസ്റ്റൻസ് ആയിക്കോട്ടെ എന്ന് കുറച്ച് കൂടിപ്പോയി. അതൊരു ഇത്തിരി കൂടിപ്പോയി. പറയാനുണ്ട്. 2 ക്വസ്റ്റ്യൻസ് അല്ലേ ചോദിച്ചത്. ലൈക്ക് എൻജിനീയറിംഗ് ഇഷ്ടപ്പെട്ടാണോ എടുത്തതെന്നും പിന്നെ വന്നിട്ട് എന്ത് ചെയ്തെന്നും. അല്ല ഞാൻ ഇഷ്ടപ്പെട്ട് തന്നെയാണ് എടുത്തത്. എനിക്ക് കൊച്ചിലെ പ്രൈമറി സ്കൂളിൽ നിന്ന് സയൻറ്റിസ്റ്റ് ആവണമെന്നായിരുന്നു. ലൈക്ക് എന്തെങ്കിലും സോൾവ് ചെയ്യണം, പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. ഇതിലെ സൈഡിസ് അടിക്കത്തിൽ പ്രോബ്ലം സോൾവ് ചെയ്യണം. വീട്ടിലൊരു ഫാൻ കറങ്ങിയിൽ കപ്പാസിറ്റർ ആറ്റാറുണ്ട് ഇവൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ടാ പറഞ്ഞു. ട്രൂ സ്റ്റോറി. ഞാൻ ഉദ്ദേശിച്ച ആ ടൈപ്പ് പ്രോബ്ലംസ്
അതൊരു ലിമിറ്റ് വരെ. ഞാൻ ഉദ്ദേശിക്കുന്ന കുറച്ചുകൂടെ വലിയ പ്രോബ്ലംസ്. എനിക്ക് എൻജിനീയറിംഗ് എടുത്ത എന്തെന്ന് ചോദിച്ചാൽ വെറുതെ എടുത്തതാണ്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ചുമ്മാ തോന്നിയെടുത്തു. പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമൊന്നും ക്ലാസ്സിൽ ഒന്നും പഠിക്കത്തുമില്ല, പിന്നെ വേറെ പ്രത്യേകിച്ച് ടെക്കോ അങ്ങനെ ഒന്നുമില്ല. ഇല്ല, ഇപ്പോഴും ഇല്ല. അപ്പോൾ അപ്പോഴാണ് ഇവിടെ IEDCയുടെ ഹാക്കത്തോൺ വന്നത്, ആദ്യമായിട്ട് ഇവിടെ നടത്തിയത്. അപ്പം അത് ആദ്യം വന്നപ്പോൾ ഞാൻ രജിസ്റ്റർ ഒന്നും ചെയ്തില്ല, അത് നോർത്ത്. അപ്പോൾ ആദ്യം വന്നപ്പോൾ രജിസ്റ്റർ ഒന്നും ചെയ്തില്ല. പക്ഷേ ഹാക്കത്തോണ്ട് തലേ ദിവസമായപ്പോൾ പ്രണവേട്ടം വന്നിട്ട് എല്ലാ ക്ലാസ്സിലും വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ആവേശം, മോട്ടിവേഷനായിരുന്നു. എനിക്ക് പെട്ടെന്നൊരു ആവേശം കയറിയിട്ട് ഞാൻ KP യോട് പറഞ്ഞു പോവാം ശരി പോവാം തീരുമാനിച്ച്. വേറെ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഹാക്കത്തോണ്ട് പോയിരുന്നപ്പോഴത്തേക്കാണ് മനസ്സിലായ എന്തൊക്കെയോ ഉണ്ട് സത്യം. പക്ഷേ നമ്മളിരുന്നിട്ട് ഐഡിയ ഒക്കെ നല്ല രീതിയിൽ സെറ്റാക്കി ചെയ്യണം. എങ്ങനെ ചെയ്യണം അറിയത്തില്ല അപ്പോഴാണ് അന്നാണ് ChatGPT ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എനിക്കൊന്ന് ChatGPT റിലീസ് ചെയ്തിട്ട് കുറച്ച് ദിവസം ആയുള്ളൂ. കുറച്ച് നാളായതേ ഉള്ളൂ. അപ്പോൾ അന്ന് ആ സാറിൻ്റെ പേര് ഞാൻ പറഞ്ഞു, സാറ് അവിടെ വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ പിന്നെ ഫുൾ ChatGPTയിലായിരുന്നു ആ ദിവസം ഫുള്ളും. അതിലിരുന്നിട്ട് പ്രോംപ്റ്റ് കൊടുത്ത് അവസാനം എന്തോ ഒരു ഫ്രണ്ട് എൻഡ് പോലെ എന്തോ സെറ്റ് ചെയ്തെടുത്തു. അപ്പോഴത്തേക്ക് പക്ഷേ ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷേ അറിയത്തില്ല, പിച്ച് ചെയ്യാൻ ഒരു പേടി ഉണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പം നൈസ നമ്മൾ മുങ്ങാൻ പോയപ്പോഴാണ് മിസ്സിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ പൊക്കോട്ടെ എന്ന് വെച്ചു. അപ്പം മിസ്സ് പറഞ്ഞ് നിങ്ങൾ എന്തായാലും ചെയ്തതിൽ പ്രസൻറ്റ് ചെയ്തിട്ട് പോയാൽ മതി. നമ്മൾ കരഞ്ഞ് ഇപ്പോൾ പോകണ്ട, ചെയ്തിട്ട് പോയാൽ മതി. നമ്മൾ പിന്നെ കുറേ കരഞ്ഞ് കാല് പിടിച്ചൊക്കെ നോക്കി, പക്ഷേ മിസ്സ് വിട്ടില്ല. പക്ഷേ ചെന്ന് പ്രസൻറ്റ് ചെയ്ത് അത് കാണിച്ചിട്ട് അടുത്ത ദിവസമായപ്പോൾ നമുക്ക് 5th ആയിരുന്നു. 10-12 ടീം ഉണ്ടായിരുന്നു, അതിൽ 5th ആയിരുന്നു. ഉണ്ടായിരുന്നു. ശരിയാ, ഡാറ്റ കളക്ഷൻ ഉണ്ടായിരുന്നു, മറന്നുപോയി. അപ്പോൾ അന്ന് കിട്ടിയ മോട്ടിവേഷനാണ്. പിന്നെ ഹാക്കത്തോൺ അവിടെ കണ്ടാലും ചുമ്മാ ചാടിയൊക്കെ പോകും. പിന്നെ അവിടെ പോയിട്ട് അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കുന്നതാണ്. പിന്നെ എനിക്ക് മനസ്സിലായത് എന്തെനിക്ക് ചെയ്യാൻ തോന്നിയാലും എനിക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇതിൽ പഠിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. അതാണ്. ഹായ്, ഓക്കെ. ഞാൻ ഈ കൂട്ടത്തിൻ്റെ പ്രാന്തൻ ഞാനാണെന്നാണ് ഇവരുടെ ധാരണ. എന്നാൽ അങ്ങനെയല്ല. ഓക്കെ, ഞാൻ IDCയിൽ ആദ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പതിയെ MLSA എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അവിടെ, മൈക്രോസോഫ്റ്റിൻ്റെ. അവിടെ ട്രോളനായിട്ട് കയറിയതാണ്. ട്രോളൻ ഒരു മീം ആർട്ടിസ്റ്റ് ക്ലബ് ഉണ്ടായിരുന്നു. അവിടെ മീം ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു റോൾ ഉണ്ടായി. അതിനൊരു അപ്ലൈ ചെയ്ത് കിട്ടി. പിന്നെ അങ്ങനെയാണ് പതിയെ വോളണ്ടിയർ വർക്സിനൊക്കെ കയറി അങ്ങനെയാണ് IDC കയറുന്നത്. ഒരു 6 മാസത്തിന് ശേഷം അവിടെ കോളേജ് ഫസ്റ്റായിട്ട് മിസ്സിൻ്റെ അടുത്തൊരു ഇവൻ്റ് നടത്താമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് അപ്രോച്ച് ചെയ്ത് കാര്യങ്ങൾ ഫുൾ അവതരിപ്പിച്ച് അങ്ങനെയാണ് ഫസ്റ്റ് IDCയിൽ വർക്ക് ചെയ്യുന്നത്. എനിക്ക് വലിയ കോഡിങ് സംഭവം താല്പര്യമൊന്നുമില്ല. കുറച്ചാൾ ML എന്ന് പറഞ്ഞ് നടന്നു. അതൊക്കെ ഓരോ മണിക്ക് പോയി. അത് വേണ്ട, ഇപ്പൊ MLA സിംഗം എന്ന് വിചാരിച്ച് ഇരിക്കുന്നു. ശരിക്കും കേൾക്കണം, എന്നാലും പറ്റത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി IDCയിലുള്ളതുകൊണ്ട് എനിക്ക് ബാക്കി മാർക്കറ്റിംഗ്, സെയിൽസ്, ബിസിനസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അങ്ങനെയും പറ്റും. അങ്ങനെ ഫസ്റ്റ് ഇയറിൽ ഞങ്ങളുടെ ഒരു പ്രൊജക്റ്റിൽ കയറി ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കാനായിട്ട്. അത് നീ തന്നെ. അപ്പോൾ അതെ, അതായിക്കോട്ടെ, വേണ്ട. ഓക്കെ. പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ല, അതായത് ജോലി എടുക്കാൻ താല്പര്യമില്ല. പിന്നെയും കുറച്ചും കൂടെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം. അങ്ങനെ ഒരു ഓണ്ടർപ്രണർഷിപ്പ് ലെവൽ ഇഷ്ടപ്പെട്ട് പോകണമെന്ന് എഴുതിയിരിക്കുന്നത്. അതെ, ഇലക്ട്രോണിക്സിന് കഴിവില്ലെന്ന് മനസ്സിലായി. പറഞ്ഞേ. എൻ്റെ കഥ പറയാനാണെങ്കിൽ കുറേ വട്ടം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ചെറുതായിട്ട് പറയാനുള്ളൂ. കോളേജ് വരുന്നതിന് മുന്നേ വരെ എനിക്കങ്ങനെ വലുതായിട്ട് ഈ ഡിസൈൻ ഫീൽഡ് വലിയ ഇതൊന്നുമില്ല. ഇലക്ട്രോണിക്സ് കാലം ചെയ്യും, അതുകൊണ്ടാണ് ഈസി എടുത്ത് വന്നത്. റോബോട്ടിക്സ് ചെയ്യണമെന്നായിരുന്നു.
അങ്ങനെ പിന്നെ ഇവിടെ വന്നിട്ട് എൻ്റെ കൂട്ടുകാരനാണ് അൽഫിൻ, നിങ്ങൾക്ക് അറിയായിരിക്കും, കുറച്ച് പേർക്കെല്ലാം അറിയായിരിക്കും അൽഫിൻ. അതെ, മാവേലി. അവൻ ആഴ്ചയിൽ ഒരു ദിവസത്തെ ക്ലാസ് വരാറുള്ളൂ. അപ്പം ചൊവ്വാഴ്ച വരും, വ്യാഴാഴ്ചയും വരും, വരത്തുള്ളൂ, പിന്നെ വരും. ഓക്കെ, അപ്പം അവനാണ് ഈ ഡിസൈനിന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഒരു വട്ടം ഹോസ്റ്റലിൽ രാത്രി ഇരുന്നിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, എക്സാം ടൈമിലെന്തോ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അവനിങ്ങനെ എക്സാം ടൈമിൽ സീരീസിൻ്റെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം അവൻ കോഡിങ് ചെയ്യും. അപ്പം ഞാനിങ്ങനോട് ചോദിച്ചു, എടാ കോഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത്. അവൻ കുറേ കാര്യം പറഞ്ഞു തന്നു. അവൻ ഭയങ്കര പേഷ്യൻസ് ഉള്ള ഇതാണ്. അവൻ പറഞ്ഞ പോലെ നല്ല രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഭയങ്കര എന്താണ് ബിഗിനറായിട്ടുള്ള ഒരാളാണെങ്കിലും അവൻ ഒരു ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് മനസ്സിലാവും. അപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എനിക്ക് അതിനോടൊരു താല്പര്യം കുറവ്. അപ്പോൾ ഇങ്ങനെ വെറുതെ എന്ത് ചെയ്യാം അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനാണെങ്കിൽ ഡിസൈന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എനിക്ക് ഈ എന്താണ് 3D മോഡലിങ്ങും ക്യാൻവയും എല്ലാം അവനാണ് പറയുന്നത്. ക്യാൻവ, പിന്നെ ബ്ലെൻഡർ, 3D മോഡലിംഗ് ചെയ്യുന്ന സംഭവം, അങ്ങനെ അതെല്ലാം അവനാണ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അതിൻ്റെ കോഴ്സസ് യുഡെമിയിൽ നിന്ന് എടുത്തുന്നത് അവനാണ്. അങ്ങനെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഫസ്റ്റ് ഇയറിൽ. പിന്നെ അവിടെ നിന്നാണ് ഇങ്ങനെ ഇപ്പോൾ കയറി ഇതുവരെ വന്നിരിക്കുന്നത്. എന്നെ വർക്ക് ചെയ്യാൻ ഇൻസ്പയർ ചെയ്തത് ആൽഫിനാണ്. തൊട്ടപ്പുറത്തെ ബെഡായിരുന്നു, വേറെ അപ്പൊ ഞാൻ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അവൻ എടുത്തു പറയുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഗെയിം കളിക്കുമ്പോഴത്തേക്ക് അവൻ അപ്പുറത്തെ ലാപ്ടോപ്പിലിരുന്ന് ഈ സ്പോട്ടിൽ നിന്ന് കോഡ് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കും. നീ എന്താ ചെയ്യണേന്ന് നോക്കി അവൻ ഇങ്ങനെ ഓരോന്ന് പഠിക്കുന്ന. അങ്ങനെയാണ് അവനാണ് എനിക്കും ആദ്യമായിട്ട് യുഡെമിയിൽ കോഴ്സ് എടുത്ത് തരുന്നത്. അപ്പോൾ അതുപോലെ ഇങ്ങനെ നോക്കി 3D മോഡലിംഗ് കുറച്ച് പഠിച്ചു, ബേസിക്കലി ഗ്രാഫിക് ഡിസൈൻ കുറച്ച് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് UI UX അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. UI UX പഠിച്ചു. അവനിങ്ങനെ പറഞ്ഞുതരും, ഇന്നിങ്ങനെ സാധനം ഉണ്ട്, ഞാൻ ഈ പടം വരയ്ക്കുന്നതും ഒറിഗാമിയൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അവനിങ്ങനെ പറയും, അവിടെ നീ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പം ഞാൻ എടുത്ത് നോക്കും, സംഭവം കൊള്ളാം, എനിക്ക് കിട്ടും. എന്താ പറയാൻ ഓക്കെ. അങ്ങനെ UI UX പഠിച്ചു. അതിനുശേഷം ഫസ്റ്റ് ഇയർ തൊട്ട് ഇപ്പം കോളേജിൽ സീനിയേഴ്സിൻ്റെ ആണെങ്കിലും എന്തെങ്കിലും സ്റ്റാർട്ട് പ്രോജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് UI ചെയ്യാനുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുമായിരുന്നു. നമ്മുടെ തന്നെ 2-3 പ്രോജക്റ്റ് ഉണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ UI ചെയ്ത് മുന്നോട്ട് പോകും. അത്രേ ഉള്ളൂ. സംഭവം ലാസ്റ്റ് ഒരു ഫൈനലോട്ടോ അല്ല പറയാനുള്ള ഇവൻ്റെ കൺസേൺ ആയിരുന്നു. ഇങ്ങനെ ആക്ടിവിറ്റീസിൽ എക്സ്ട്രാ ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് അക്കാഡമിക്സ് വെള്ളത്തിൽ പോകും. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ എൻഡ് ഓഫ് ദി ഡേ അത് മാനേജ് ചെയ്യൽ നിങ്ങളുടെ കയ്യിലാണ്. അതെ, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാഡമിക്സ് വെള്ളത്തിൽ പോകും, ടെക്നിക്കലി പോയിൻ്റ് ആവശ്യമില്ല. ആൻഡ് അതിൻ്റെ ഒക്കെ തെളിവാണ് തന്നെ ഇവനൊക്കെ. ഇവ എക്സ്ട്രാ പണിയൊക്കെ എടുക്കുന്നുണ്ട്, ക്ലാസ് ടോപ്പറുമാണ്. കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആവശ്യമില്ലല്ലോ. എടാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇഷ്ടമുള്ള കാര്യം ചെയ്യേണ്ടതും പിന്നെ നിങ്ങൾക്ക് ബൈ ഡിഫോൾട്ട് ഉള്ള ഡ്യൂട്ടീസ് ചെയ്യണതും ഒരേപോലെ ഈക്വലാണ്. നിങ്ങളിപ്പോൾ ഒരു കോഴ്സ് എടുത്തു, അത് മുഴുവിപ്പിക്കുക, എല്ലാ പേപ്പറും എടുത്തുകൊണ്ട് ഇറങ്ങുക എന്നുള്ള നിങ്ങളുടെ പ്രൈമറി ഡ്യൂട്ടിയാണ്, വൺ ഓഫ് ദി ഡ്യൂട്ടീസാണ്. എന്ന് വെച്ചാൽ അതിന് വേണ്ടി നിങ്ങളുടെ പാഷൻ സാക്രിഫൈസ് ചെയ്യണമെന്ന് ആരും പറയില്ല. പാഷനും ഇതും ഈക്വലി കൊണ്ടുപോകുക. അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങുന്ന സമയം 1 മണിക്കൂർ ചിലപ്പം എന്താണ് വർക്കിംഗ് അവേഴ്സിൽ വർക്കിംഗ് ഡേയ്സിൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അതെല്ലാം വീക്കെൻഡിൽ ഉറങ്ങി തീർത്തോ. നമ്മൾ ഇൻക്ലൂഡിങ് മിസ് വരെ 3 മണി 4 മണിക്കൊക്കെയാണ്. സത്യം. അതെ എടാ, അത് സംഭവം എന്ന് വെച്ചാൽ ഫുൾ ടൈം ഉറങ്ങാതെ മറ്റേ രാത്രി 10 എണീറ്റിരുന്നിട്ട് ഇവിടെ വന്നിട്ട് കിടന്നുറങ്ങാനല്ല സംഭവം. ബാലൻസ്. നിങ്ങൾക്ക് എന്താണോ വർക്കൗട്ട് ആവണം നിങ്ങൾ എന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക, എല്ലാം ചെയ്യാൻ നോക്കുക. അതായത് ഇപ്പം നിനക്കിപ്പോൾ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് പഠിക്കണം, ഡിസൈൻ പഠിക്കണം, അതും ചെയ്യണം, കൂടെ ഇതും വേണം. ഓക്കെ. നമ്മളൊക്കെ ഇപ്പോൾ എൻ്റെയൊക്കെ വർക്കിംഗ് സ്റ്റൈൽ എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ദിവസങ്ങൾ, അതായത് എക്സാംസ് ഒന്നുമില്ല ആ സീസൺ ആണെങ്കിൽ നമ്മളെല്ലാം ഇതേപോലെ ചെറിയ അസൈൻമെൻ്റ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ വർക്കൊക്കെ നോക്കി പോകും. എക്സാം സമയമാകുമ്പോൾ നമ്മൾ ബാക്കിയെല്ലാം പോസ് ചെയ്തിട്ട് എക്സാമിൽ വരും, എക്സാം തീർക്കും, ക്രാക്ക് ചെയ്യും, വീണ്ടും ബാക്ക് ടു നോർമൽ. അല്ല എൻ്റെത് നിൻ്റെ പറയാം, നീ വേറെ ജീവി. അതാ ഇവന് ടൈം മാനേജ്മെൻറ്റ് വേറെ ലെവലാണ് ഇവൻ്റെത്. എനിക്ക് അത്രയൊന്നും പറ്റൂല കേട്ടാ. അതാ ഇവൻ വേറെ എന്തൊക്കെയോ പണിയൊക്കെ ഇപ്പോൾ ഒരു PA കൂടെയാണ്. അതുകൊണ്ട് ഇവന് ടൈം മാനേജ്മെൻറ്റ് ഭയങ്കരമാണ്. എനിക്ക് അത്രയ്ക്ക് ലെവലിൽ പറ്റുക. എനിക്കിപ്പോൾ ഒരു ടാസ്ക് ഇരിക്കുകയാണെങ്കിൽ അതിന് അതെ ഇവൻ ഡബിൾ ഡിഗ്രി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ നിങ്ങൾക്കിപ്പോൾ 1 ഡിഗ്രി പറ്റുള്ളൂ, അവൻ 2 ഡിഗ്രി ചെയ്യണ ഒരു കമ്മ്യൂണിറ്റി നടത്താൻ എന്തൊക്കെയോ ചെയ്യണോ. അതെ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടിച്ച തല. ഇപ്പം നേരത്തെ ചോദിച്ച കാര്യമാണ് ഒരു ക്ലബിൻ്റെ അകത്ത് കയറിയാൽ അക്കാഡമിക്സ് എങ്ങനെ കൊണ്ടുപോകാമെന്ന്. ഫസ്റ്റ് നോക്കാനുള്ള നീ എങ്ങനെയാണ് പഠിക്കണേന്ന് നോക്കണം. മനസ്സിലായോ? ചിലവർ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കും, ക്ലാസ്സിൽ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്ന കാര്യം അപ്പം മനസ്സിലാവും. ഇപ്പോൾ ഷൈനി മിസ്സിൻ്റെ മെട്രിക്സിൻ്റെ ആണെന്ന് വിചാരിച്ചു, ക്ലാസ്സിലിരുന്ന് വർക്കൗട്ട് ചെയ്യുമ്പം അവിടെ ഒരു പ്രാക്ടീസ് ആവുകയാണ്.
പിന്നെ എക്സാമിന് ഡയറക്റ്റ് പോയാലും നിനക്ക് ചെയ്യാൻ പറ്റും. ചിലവരങ്ങനെയാണ്. അപ്പോൾ നീ എങ്ങനെ പഠിക്കുമ്പോൾ നിനക്ക് മാക്സിമം മനസ്സിലാവുമെന്ന് നീ നോക്കണം. അത് എല്ലാവർക്കും യൂണീക്കാണ്. ഇപ്പോൾ എൻ്റെ സ്റ്റൈൽ നിങ്ങൾക്ക് പറ്റുമെന്നില്ല. എനിക്ക് ക്ലാസ്സിൽ ഇരുന്നാൽ മനസ്സിലാവും. ഞാൻ പണ്ടേ എങ്ങനെ ട്യൂഷന് പോകാറില്ല. സ്കൂളിൽ ഇരിക്കുമ്പോൾ തന്നെ പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യും. ഇപ്പോൾ ക്ലാസ് മിസ്സാക്കാതിരിക്കണ ഒരു ഫാക്ടറാണ്. ഇപ്പോൾ ചില സബ്ജക്ട്സ് അങ്ങനെയാണ്, ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പം തിയറി സബ്ജക്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് വായിച്ചാലും മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനുള്ള പേപ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ മാത്സിലെ മെട്രിക്സ് ആണെങ്കിൽ തന്നെ അത് ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചാലേ കിട്ടത്തുള്ളൂ. പിന്നീട് അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേയിരുന്ന് ഒരു ദിവസം ഫുൾ നിങ്ങൾക്ക് ഇരുന്ന് എഴുതി പഠിക്കേണ്ടി വരും, സമയം കിട്ടില്ല. ക്ലാസ്സിൽ ഇരുന്ന് തന്നെ അത് പഠിച്ചാൽ അപ്പം ഫസ്റ്റ് പ്രാക്ടീസ് ആവുകയാണ്. ഇപ്പോൾ ഈ ക്ലാസ് മിസ്സാക്കണവരടുത്ത് ആ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുമ്പോൾ മനസ്സിലാവുന്നുള്ള ഒരു ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിക്കുക, അത് മാറ്റി വയ്ക്കല്ലേ. പിന്നെ ഒരു കാര്യമുള്ളത് സാക്രിഫൈസ്. ഇപ്പം നീ ചോദിച്ചത് ക്ലബിൻ്റെ അകത്ത് കയറിയാൽ അക്കാഡമിക്സ് പോകത്തില്ലേന്ന് ചോദിച്ചു. അവിടെ അക്കാഡമിക്സ് പോണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അക്കാഡമിക്സ് സാക്രിഫൈസ് ചെയ്യണോണ്ടാണ്. എന്ത് സാക്രിഫൈസ് ചെയ്യണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. ഇപ്പം നമ്മൾ ഒരു റൊട്ടീൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലെ എണീച്ചിട്ട് നമുക്ക് ഇപ്പോൾ അരമണിക്കൂർ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കോളേജിൽ വന്നിട്ട് കോളേജിലെ ഫണ്ടും കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് വീണ്ടും സിനിമയ്ക്ക് പോവാം. അവിടെ ഏത് സാക്രിഫൈസ് ചെയ്യണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. മനസ്സിലായോ? ഇപ്പം വീട്ടിൽ പോയിട്ട് അതിനൊക്കെ വേണമെങ്കിൽ ക്ലബിൻ്റെ ജോലി ചെയ്യാം. പക്ഷെ നമ്മൾ മിക്കവരും ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലബ്ബിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങ് വിടും, ആ ക്ലബ്ബ് മാത്രമേ നോക്കത്തുള്ളൂ. അക്കാഡമിക്സ് വിടും, ക്ലബ്ബും ഫണ്ണും അങ്ങനെ പോയാൽ പറ്റില്ല. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് സ്വയം തന്നെ കൊണ്ടുവരാൻ നോക്കുക. അപ്പം വഴി വിട്ട് പോകാതിരിക്കുക. ഇപ്പോൾ നമുക്ക് റൊട്ടീൻ ഉണ്ടെങ്കിൽ ആ റൊട്ടീൻ്റെ കൂടെ ഈ ക്ലബിൻ്റെ ടൈമും കൂടെ കയറ്റിയിട്ട് നമ്മളെ റൊട്ടീനിൽ നിന്ന് എന്ത് കളയണമെന്ന് നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ അക്കാഡമിക്സ് അങ്ങനെ പോകത്തില്ല. അക്കാഡമിക്സ് ചിലവരങ്ങ് വിട്ട് കളയും, അതിലേക്ക് അത് സാക്രിഫൈസ് ചെയ്തു എന്നിട്ട് ഈ ക്ലബിൻ്റെ വർക്കിനെ എക്സ്ക്യൂസ് ആയിട്ട് എടുക്കും. അവരെ മനസ്സിൽ തന്നെ ഫീഡ് ചെയ്ത് വയ്ക്കും, ഞാൻ ക്ലബ്ബിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല. നമ്മൾ ഡിസൈഡ് ചെയ്യണതാണ്, വേറെ ആരും അതിനൊരു ഫാക്ടർ ആവുന്നതല്ല. അപ്പോൾ നമ്മൾ തന്നെ തീരുമാനിച്ചാൽ അത് മാറ്റാൻ പറ്റും. ഓക്കെ, എടാ സമയം ചേട്ടാ ഫ്രണ്ടിലോട്ട് പോവാൻ നോക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൾമോസ്റ്റ് റാപ്പ് ചെയ്യാറായി. അതിന് മുന്നേ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. കോളേജ് റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ ടെക് എന്തെങ്കിലും ഇവരുടെ എന്തെങ്കിലും ഫീൽഡ് റിലേറ്റഡ് ആവാം, എന്താണെങ്കിൽ ആവാം. അത്രയൊക്കെ വേണം വല്ലതും. സപ്ലൈ ഇല്ല. നമ്മുടെ ക്യാമറ ചേട്ടന് എന്തെങ്കിലും പറയണം, കാരണം ക്യാമറ എടുക്കുന്ന പറഞ്ഞില്ല നേരത്തെ. അത് കുഴപ്പമില്ല, ക്യാമറ ഓഫ് ചെയ്തിട്ട് രണ്ട് വീഡിയോ എടുത്തോ.